സർ, ഇവിടെ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. അവസാനത്തെ പ്രസംഗത്തിൽ വരെ കുഴപ്പമൊന്നും കൂടാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. സർ, മുന്നോട്ട് പോകുന്നുണ്ട്. വേറെ ഇനിയൊരു നയപ്രഖ്യാപന പ്രസംഗം കൂടി വന്നു, ശരിയാണ്. പക്ഷേ പറയുന്നതൊന്നും ചെയ്യാൻ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം തുറന്നാരും പറയുന്നില്ല എന്നാൽ എല്ലാവർക്കും നല്ല പോലെ അറിയാം. യഥാർത്ഥത്തിൽ കയ്യിൽ കാശില്ലാതെ വർഷാവർഷം ഗവർണർ വന്ന് നല്ല ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ശുഭം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എല്ലാവർക്കും ഉള്ളിൽ ബോധ്യമുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ട് നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല നമ്പർ വണ്ണും പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, വളരെ ലളിതമായി അടിസ്ഥാനപരമായി ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. കേരകൃഷിയിൽ നമ്മൾ കുറേ കാലമായിട്ട് ഒന്നാമത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാവരും പറയും, കേരളത്തിൻ്റെ പേര് തന്നെ അതല്ലേ. ആ കേരകൃഷിയിൽ വരെ ഇപ്പോൾ കർണാടക ഒന്നാമത്, കേരള സ്ലിപ്സ് ടു തേർഡ് ഇൻ കോക്കനട്ട് പ്രൊഡക്ഷൻ. സർ, ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിദേശങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസാണ്. വിദേശത്തു നിന്നുള്ള ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരുന്നത്, അല്ലാതെ ആരുടെയും ഒരു കഴിവ് കൊണ്ടല്ല. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ ഒക്കെ അതാത് കാലത്തുള്ള സംഭാവനകളൊക്കെ ഉണ്ട്, സ്ലിപ്പുണ്ട്, കഴിവുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കേരളമായി വ്യത്യസ്തമായി നമ്പർ 1 ആയി നിന്നത് കേരളത്തിൽ വന്നുകൊണ്ടിരുന്ന വിദേശ റെമിറ്റൻസ് കൊണ്ടാണ്. നമുക്കിന്ന് അതിൽ നമ്പർ 1 ഇല്ല. കേരളമല്ല, ഇപ്പോൾ വിദേശ റെമിറ്റൻസിൽ മഹാരാഷ്ട്രയാണ് ഒന്നാമത്. സർ, കേരളം പൊതുവിൽ പിന്നെ എന്തിലാണ് ഈ നമ്മൾ, സർ, 1-2 രംഗത്ത് നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ആർക്കും ബോധ്യമില്ലാത്തൊരു കാര്യമാണ്. ഒന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, അതെങ്ങനെയാവും എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ചില രംഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയും. പക്ഷേ കേരളം അഭിമാനപൂർവ്വം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലിറ്ററസി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ IT എഡ്യൂക്കേഷൻ, IT അപ്ലയൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി പല കാര്യങ്ങളിലാണ്. അതിലൊക്കെ മറ്റ് സ്റ്റേറ്റുകൾ വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, എൻ്റെ പക്ഷം കേരളം പൊതുവിൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വീക്കാകുക എന്ന് പറയുമ്പോൾ സർ, അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസം ഉന്നത നിലവാരം പുലർത്തുന്നത് കൊണ്ടാണ് ലോകത്ത് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും അവസരം കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറവ് കാരണം കുട്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേറെ രാജ്യം നോക്കുകയാണ്, വേറെ സ്ഥലം നോക്കുകയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഇങ്ങനെ കേരളത്തിൽ യാതൊരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ് എന്ന് വർഷാവർഷം ഗവർണർ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് നിങ്ങളെന്ത് പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളത് ബാധിക്കില്ല. ഞങ്ങൾ ഈ ഉറച്ച ഭരണം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ്. സർ, അതുപോലെ തന്നെ ഈ ഭരണത്തിൻ്റെ എഫിഷ്യൻസി, സർ, ഇവിടെ സെൻട്രൽ അസിസ്റ്റൻസായി കിട്ടുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്ന് പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് മൈൻഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്, എല്ലാവരും വിചാരിച്ചു വയനാട്ടിലെ ആ ദുരന്തം ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഇതിലെങ്കിലും ഒരു വ്യത്യാസം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതിൽ പോലും ഒരു ഹൃദയശൂന്യമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. എല്ലാവരും ഉറച്ച് വിശ്വസിച്ചു. പ്രൈം മിനിസ്റ്റർക്ക് നേരെ വന്ന് നോക്കുന്നതും ചിരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോലും ഇല്ല, കേന്ദ്രം സഹായിക്കൂല, കേന്ദ്രം പ്രത്യേക സഹായങ്ങളൊന്നും കിട്ടൂല എന്നുള്ളത് ഉറപ്പേന്.
അപ്പം എന്നാൽ അതിനനുസരിച്ച് നമ്മൾ കേന്ദ്രത്തിൻ്റെ സ്വാഭാവികമായി നമുക്ക് കിട്ടുന്ന അസിസ്റ്റൻസുകൾ നേടിയെടുക്കാൻ കേന്ദ്രത്തിന് കഴിയണ്ടേ? ശരി, ഭരണത്തിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സ്വാഭാവികമായി കിട്ടുമായിരുന്ന UGC പിന്നെ അസിസ്റ്റൻസ്, ആ UGC അസിസ്റ്റൻസ് വൻ തുക ഉള്ളതാണ്, നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഹയർ എഡ്യൂക്കേഷനിലുള്ള ക്വാളിറ്റി കുറവ് നമ്മൾ ഒരു വശത്ത് പറയുന്നു, ഒരു വശത്ത് ആ നിലയിൽ സ്വാഭാവികമായി കിട്ടുന്ന UGC ഗ്രാൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കാര്യത്തിൽ അത് കേന്ദ്രത്തിൻ്റെ ഒരു മേഴ്സിയും കൂടാതെ നമുക്ക് കിട്ടുന്ന നിയമപരമായി കിട്ടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ എത്ര രംഗങ്ങൾ ഒന്നിനും ഇന്നിപ്പോൾ രാവിലെ വനം മന്ത്രി പിന്നെ ഇവിടെ ആനഗുണ കാര്യം പറഞ്ഞല്ലോ. അവിടെ ഈ മൃഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു കാര്യമായി ശാസ്ത്രീയമായി കണ്ടുപിടിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് വൈദ്യുതി വേലി ഇടുക എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ അതിന് കാശില്ലാത്തത് കൊണ്ടാണ് വേലി കെട്ടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഇന്ന് പൂർണ്ണാട്ടിരി ആന വീണത്, അതുകൊണ്ടാണ് എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ എത്രയോ കാലമായി ഉള്ള ആവശ്യമായിരുന്നു വൈദ്യുതി വേലി കെട്ടുക എന്നുള്ളത്, അതില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാശില്ലാത്തതുകൊണ്ട് വേണ്ട മാതിരി ഇത് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. അതുപോലെ കാശില്ലാത്ത നിലയിൽ പ്രവർത്തനം മോശമായി പോയ ഏതെല്ലാം രംഗങ്ങളുണ്ട് സർ. ആരോഗ്യം നമ്പർ വണ്ണാണ്. നമ്മളൊക്കെ മന്ത്രിമാരായിരുന്ന കാലത്ത് ലോകം മുഴുവൻ പോയി പറഞ്ഞു തന്നെയാണ്. വിദ്യാഭ്യാസത്തിൽ കേരളം ഒന്നാമത്, ആരോഗ്യത്തിൽ ഒന്നാമത്, ആയുർദൈർഘ്യത്തിൽ ഒന്നാമത്. സർ, ഇതൊക്കെ പഴങ്കഥകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ രംഗത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നിനും കാശില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന കാര്യം അവിടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കുറ്റമല്ല, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററുടെ കുറ്റമല്ല, ബാക്കിയുള്ള ഒന്നുമല്ല. പക്ഷേ സർ, മൊത്തത്തിൽ ഭരണത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദീർഘകാലം തുടർന്നു എന്നല്ലാതെ, എന്നാൽ പിന്നെ ഈ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മരുന്ന് ക്ഷാമം ഇല്ലാതാകുക. അപ്പോൾ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, അതുപോലെ തന്നെ പല ആശുപത്രികളിലും ഇല്ല. മാത്രമല്ല ഇപ്പോൾ ജീവനക്കാരുടെ ഇൻഷുറൻസ് അത് വേണ്ട മാതിരി പോണില്ല. അതേപോലെ തന്നെ പല ആരോഗ്യരംഗത്ത് പണ്ടുണ്ടായിരുന്ന പല പദ്ധതികളും ഇപ്പോൾ ഇല്ല. പ്രൈവറ്റ് ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കൂല. അങ്ങനെ ആരോഗ്യരംഗത്ത് നമുക്ക് ഉണ്ടായിരുന്ന പൊസിഷൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതാ എൻ്റെ സർ, ഇനിയിപ്പോൾ വേറെ അത്യാവശ്യമുള്ള മറ്റു രംഗങ്ങൾ, ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സർ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ജലജീവനൊക്കെ അതുപോലുള്ള പദ്ധതികൾക്ക് പദ്ധതികൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ? ആ ഫണ്ട് വാങ്ങിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് പല സെൻട്രൽ സ്കീമുകളും നമുക്ക് ഇല്ലാതായിപ്പോണം. ഇതെല്ലാം ബാധിക്കുന്നത് സാധാരണ ആളുകളെയാണ്. സർ, ചികിത്സാരംഗത്ത് അത്യാധുനിക ഉപകരണങ്ങൾ, രീതികൾ ഒക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പലതും വാങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. സർ, അതിനേക്കാളൊക്കെ ഇപ്പോൾ നമ്മൾ റേഷൻ പൊതുവിതരണ സമ്പ്രദായം സർ ഇപ്പോൾ പഴയ പോലെ ഉണ്ടോ? പഴയ പോലെ ഇല്ല, തകർന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, നിങ്ങൾ പറയുന്ന പ്രതിപക്ഷം പറയുന്നത്, നിങ്ങൾ പറയുന്നതും ഞങ്ങൾ യേശുല ഞങ്ങൾ തുടരുന്നു എന്ന് പറയുമ്പോഴും തുടർന്നിട്ട് ആ ഭരണം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകരാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് ഞാൻ ഓരോന്നും പറയുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കാലത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പം ഇനി ശമ്പള കുടിശ്ശികയുണ്ട് എന്നൊക്കെയാണ് പറയും. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ശമ്പളം എവിടെയും കൊടുക്കുന്നില്ല. കൊല്ലത്തിൽ 1-2 മാസം എവിടെ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് നോക്കുന്നത്. സർ, ഇനി വേറൊരു രംഗം നമ്മൾ പറയാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബ്രൂവറി അനുവദിച്ചു. സർ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്ന് പറയുന്നു. സർ, അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നു സ്മാർട്ട് സിറ്റി. അത് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റായി കണക്കാക്കുകയാണെങ്കിൽ അതാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര വലിയ അത്യാവശ്യം നമുക്കുണ്ടോ? അതിനേക്കാൾ പ്രയോറിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഇതായിട്ട് കേരളം ലഹരിയുടെ ഒരു വലിയ സെൻറ്ററായി മാറിക്കൊണ്ടിരിക്കുക.
മദ്യവും മയക്കുമരുന്നും ഒക്കെ കൂടി ആയിട്ട് സർ ഇവിടുത്തെ ഈ കൺഫ്യൂഷൻ ഇതിൻ്റെ ഒരിപ്പോൾ അധോലോകവും എല്ലാം കൂടി ആയിട്ടുള്ളത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ വയനാട് പ്രോജക്റ്റ് സർ, അതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ. 5-6 മാസം പോയി. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ദുരന്തത്തിനിരയായ ആളുകളുടെ കഷ്ടപ്പാട്, ഈ വൈകുന്നത് കൊണ്ടുള്ള കഷ്ടപ്പാട്, അത് അനുദിനം വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ സർ. അതുകൊണ്ട് ഭരണം തുടരുന്നു, ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങളാണ് എന്ന് ഭരണകക്ഷി പറയുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചിരിക്കുന്നത് ഞങ്ങളാണ്, പാർലമെൻറ്റിൽ ജയിച്ചത് ഞങ്ങളാണ്. അതേപോലെ തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് ഞങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അടുത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ജയിച്ചത് ഞങ്ങളാണ്. പിന്നെ ഞങ്ങളാണ് ജയിക്കുന്നത്, ഇനി ഞങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ സർ, ഞാൻ ഇപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ ലൈൻ എടുക്കുമ്പോൾ ഞങ്ങളെ ഇപ്പോൾ ലീഗിനെ വളരെ കാര്യമായിട്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിമർശിക്കാറുണ്ട് സർ. ഇവിടെ വിമർശിക്കുന്നതിന് വിരോധമില്ല, ആരോഗ്യകരമായ വിമർശനം നല്ലതാണ്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം വേണ്ട മാതിരി നോക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം വന്നാലേ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാവുന്നതാണ്. അത് മാറ്റി പാർലമെൻറ്റ് കഴിഞ്ഞപ്പോഴത്തിന് ഇപ്പോൾ പറയുന്നത് ഇവിടെ ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ് സർ. ഇങ്ങനെ സംഗതി ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് മാറ്റി പറയുന്നത് ഒന്ന് ന്യൂനപക്ഷ വർഗീയത, ഒന്ന് ഭൂരിപക്ഷ വർഗീയത. ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ ലൈൻ എടുക്കുക, ഞങ്ങൾ മാറ്റി പറയാറില്ല. ഞങ്ങൾ ഒരു കാലത്തും മാറ്റൂല സർ. ഇപ്പോൾ മുനമ്പം വിഷയം ഞങ്ങൾ ഉറച്ചൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവണം, രമ്യമായ പരിഹാരം ഉണ്ടാവണം. അത് വെച്ച് താമസിപ്പിക്കരുത്. ഇതാണ് ഞങ്ങളെ ലൈന്. അതേപോലെ തന്നെ എല്ലാ കാലത്തും എത്ര നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ വർഗീയതയാണ് എന്നിപ്പോൾ പറയുന്ന കാലമുണ്ട്. ഈ കാലത്തൊക്കെ ഞങ്ങൾ മതേതരത്വ കാഴ്ചപ്പാടിൽ നിന്നോ അതിൻ്റെ ലൈനിൽ നിന്നോ ഒരൊറ്റ ഇത് തെറ്റാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല സർ. ഇപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് സർ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങളെ വിമർശിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷേ ഈ തോളിലേറ്റി നടന്നതും ഭവാൻ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഞങ്ങളൊരു കാലത്ത് കയറ്റിയിട്ടില്ല. എല്ലാ കാലത്തും ചുമക്കുകയും താഴെ ഇടുന്നതും ഒക്കെ നിങ്ങളാണ്. എന്നിട്ട് പിന്നെ തിരിഞ്ഞു നിന്ന് ഞങ്ങളെ പറയാണ് എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾ മതേതര പാതയിൽ നിന്ന് 1/2 ഇഞ്ച് വ്യതിചലിക്കുന്ന ഒരു വിഷയം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഈ വേദിയിൽ